വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് കോട്ടയത്തേക്കൊരു യാത്ര. എന്തിനാണെന്നല്ലേ, എൻ്റെ ചെക്കപ്പിനായിട്ട് തന്നെ മാസം മാസം പോകാറുള്ളതാണ്. പക്ഷേ ബിൻലേട്ടൻ ഒറ്റയ്ക്കാണ് പോയിട്ട് തലേ ദിവസം അഡ്മിറ്റായിട്ട് ചീട്ടെടുക്കുന്നത്. ഇത്തവണ ഞാനും കൂടാമെന്ന് കരുതി. ഇതാ ലാബിൽ നിന്ന് റിസൾട്ട് വാങ്ങുകയാണ്. ഇതറിയാവോ നിങ്ങൾക്ക്? ഈ സ്ഥലം തണ്ണീർമുക്കം ബണ്ടാണ് കേട്ടോ. ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. കോട്ടയത്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന സ്ഥലവും ഇത് തന്നെയാണ്. എപ്പോഴും അച്ഛനായിരുന്നു 1 വർഷത്തോളം ചീട്ടെടുക്കാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഹസ്ബൻഡാണ്. എന്തായാലും ഇവരനുഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ എനിക്കൊരാഗ്രഹം. അതുകൊണ്ട് ഇത്തവണ ഞാനും കൂട്ടത്തിൽ കൂടി. അല്ലെങ്കിൽ ഇവർ ചീട്ടെടുത്ത് വെക്കുമ്പോൾ സുഖമായിട്ട് പിറ്റേ ദിവസം ഞാൻ ഡോക്ടറെ കണ്ടിട്ട് പോവുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇത്തവണ ഞാനും കൂടാമെന്ന് കരുതി. നോക്കിക്കേ, ഇഷ്ടംപോലെ യാത്രക്കാരൊക്കെ ഈ സ്ഥലം കാണാനായിട്ട് ഇവിടെ വരുന്നവരുണ്ട്. ബണ്ട് റോഡ് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? എത്രക്ക് മനോഹരമായ സ്ഥലമാണ്. ഹൗസ് ബോട്ടുകളൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെ ഈ കായലൊക്കെ നോക്കിക്കൊണ്ടുള്ള യാത്ര ഭയങ്കര സുഖമായിട്ടുള്ള ഒരു യാത്രയാണ്. ഇഷ്ടംപോലെ ഉണക്കച്ചെമ്മീനും മുട്ടയും അങ്ങനെ ചെറുകിട വ്യാപാരങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് കേട്ടോ. നാടൻ മുട്ടകളും ഉണക്കച്ചെമ്മീനൊക്കെ ഫ്രഷായിട്ട് നമുക്കിവിടെ നിന്ന് കിട്ടും. കക്ക ഇറച്ചി അതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ തണ്ണീർമുക്കം. ഈ ബണ്ട് റോഡ് കയറി ഇറങ്ങിക്കൊണ്ടുള്ള യാത്രയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ സൈഡിൽ പാടങ്ങളും ഇരിക്കുന്നതൊക്കെ താറാങ്കൂട്ടങ്ങളാണ് കേട്ടോ. ഇഷ്ടംപോലെ താറാവുകളെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് കണ്ണിനും കുളിർമയാകുന്ന ഒരുപാട് കാഴ്ചകൾ കാണുവാനായിട്ട് സാധിക്കും. അതും ബിൻലേട്ടൻ്റെ കൂട്ടത്തിലുള്ള യാത്രയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒന്നാണ്. അതുമാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയായിരുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്കാക്കാൻ തോന്നിയില്ല. ഞാനും അങ്ങ് കൂട്ടത്തിൽ കൂടി. പോകുന്ന വഴി ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. എനിക്ക് അധിക സമയം വീഡിയോ എടുക്കാനായിട്ട് സാധിക്കാത്ത കാരണം കുറേ കാര്യങ്ങളൊക്കെ സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഞാൻ മാക്സിമം കൊള്ളിക്കാവുന്ന അത്രയും കാര്യങ്ങൾ വീഡിയോയിൽ ഇത് പോകുന്ന വഴിക്കൊരു ചായക്കടയിൽ ഇറങ്ങിയതാണ്. ചായ കുടിച്ചിട്ട് പോയില്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ഇനി ഫുഡ് കഴിക്കണമെങ്കിൽ ഡോക്ടറെ കണ്ട ശേഷം മാത്രമേ സാധിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു ചായക്കടയിൽ കയറിയതാണ്. മുല്ലേണ്ണ ഒരു പഴംപൊരിയും ഞാനൊരു മുട്ട ബജിയും പറഞ്ഞു. പക്ഷേ എനിക്ക് ആ മുട്ട ബജി അങ്ങ് ഇഷ്ടമായില്ല ഗൈസ്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തി കേട്ടോ. ഇത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. എല്ലാ മാസവും ഞങ്ങളിവിടെ വരാറുണ്ട് കേട്ടോ. ടഗായാസോ ആർത്രൈറ്റിസ് എന്നുള്ളൊരു രോഗമാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ഓപ്പിയുടെ അവിടെ നോക്കിക്കേ, തലേ ദിവസം തന്നെ ചീട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ബാഗൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ. അതിൻ്റെ പുറകിൽ നീല കാണുന്ന കിറ്റ്, അതാണ് ഞങ്ങളുടേത്. എപ്പോഴും അവിടെ സൈഡിലായിട്ടൊരു പായ വിരിച്ച് അവിടെ ഞങ്ങൾ ഇരുന്ന് അങ്ങനെയെങ്കിലും ഒരു സ്ഥലം കിട്ടിയത് തന്നെ ഭാഗ്യമെന്ന് പറയാം കേട്ടോ. ഒറ്റയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ബിൻലേട്ടന് അത്ര ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ല. എന്നാലും ഞാനങ്ങ് എടുക്കുക കേട്ടോ. മടുത്ത് ഇരുന്ന് മടുത്ത് കുഴഞ്ഞ്. പക്ഷേ ഈ സമയത്ത് വന്നില്ല, കിട്ടത്തില്ല. ഇപ്പം സമയം നിങ്ങൾക്ക് നോക്കാം കേട്ടോ. 10:29. ഇത്രയും സമയം അവിടെ ഇരിപ്പാണ്. വെള്ളം പോലും കുടിച്ചിട്ടില്ല ഗൈസ്. പിന്നെ ഒന്ന് കിടക്കാമെന്ന് കരുതിയപ്പോഴാണെങ്കിലോ കൊതുകിനെ കൊണ്ട് തോറ്റ് ഒരു രക്ഷയില്ല. എങ്കിലും ഇതൊക്കെ ഇവരെ ഡെയിലി അനുഭവിക്കുന്ന കാഴ്ചകളല്ലേ. അപ്പം ഞാനൊരു ദിവസം അനുഭവിച്ചെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വേണ്ടിയിട്ടല്ലേ ഇവരിവിടെ വന്നിട്ട് എപ്പോഴും കൊതുകടിയും കൊണ്ടും ഈ തിണ്ണെ മാറിക്കിടന്നും ചീട്ടെടുത്ത് കഷ്ടപ്പെട്ട്. എന്തായാലും ഇതൊക്കെ ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. ഹസ്ബൻഡ് കുറേ സമയമായിട്ട് അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഉറങ്ങുന്നില്ല. കാല് വയ്യാന്ന് പറഞ്ഞപ്പോൾ കാല് തിരുമ്മി തരുന്നുണ്ട്. ഡെയിലി നടക്കുന്ന സംഭവം തന്നെയാണ്. കാലിങ്ങനെ ഒന്ന് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോകുമല്ലോ. പക്ഷെ ഇതൊന്നും ഉറക്കമൊന്നും നടന്നില്ല ഗേസ്. തിരുമ്മി അദ്ദേഹത്തിന് കൊട്ടവാകുന്നല്ലാണ്ട് എനിക്ക് ഉറക്കം വന്നില്ല. പിറ്റേ ദിവസം രാവിലെയായി 4:25 കേട്ടോ. ഒന്ന് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പെയ്ഡായിട്ടുള്ള ബാത്റൂമേ ഇവിടെയുള്ളൂ, ബാക്കിയെല്ലാം ക്ലോസ്ഡാണ്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. കുറച്ച് ദൂരം പോകണം. എന്തായാലും നടന്ന് സ്ഥലം കാണിച്ചു തരാം കേട്ടോ. മുല്ലേട്ടനിങ്ങനെ വീഡിയോ ഓടിക്കുന്നൊന്നും ഇഷ്ടമല്ല. എന്നാലും ഞാൻ എൻ്റെ നിർബന്ധത്തിന് സമ്മതിക്കുന്നതേ ഉള്ളൂ. ഇതാണ് സ്ഥലം ഗൈസ്. ഇവിടെ നമുക്ക് പേ ചെയ്തിട്ട് ബാത്റൂമിലോ ഞാനിപ്പോൾ ഫ്രഷായിട്ട് വന്നതാണ് കേട്ടോ. ഇത് പിന്നെ അവിടെ ഒപ്പിയുടെ അവിടെ പോകണം. 4:57. ഇനി ഞാനവിടെ ചെന്നിട്ട് വേണം ബിനിലേട്ടനെ വന്നിട്ടൊന്ന് ഫ്രഷായിട്ട് വരാനായിട്ട്. ബ്രഷൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിന് അധിക സമയം എനിക്കിവിടെ ഒറ്റയ്ക്കിരിക്കാനായിട്ട് ആരെയും പരിചയവും ഇല്ല. ഇവിടെ തിണ്ണയിൽ മാറിയിട്ടല്ലേ ഇരിക്കുന്നത്. പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് പോയി വന്ന് ഇപ്പോൾ ചീട്ടെടുക്കാൻ
അവിടുത്തെ പ്രെയറൊക്കെയാണ് ഇപ്പോൾ കേട്ടത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ട് ഇപ്പോൾ തിരിച്ച് പോകാനായിട്ട് മുന്നിലേട്ടൻ വണ്ടി എടുത്തിട്ട് വന്ന്. പക്ഷേ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഈ സമയമായി ഉച്ചയായി കേട്ടോ, 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ട് തൊട്ടടുത്ത ഒരു കടയിൽ പോയിരുന്നതാണ്. ഫുഡ് കഴിക്കാൻ ഓർഡർ ചെയ്യാനായിട്ട് മുന്നിലേട്ടൻ പോയി ഓർഡറൊക്കെ ചെയ്ത് ഇവിടെ വന്നിരിക്കുവാണ്. ഫുഡ് വന്നില്ല ഗൈസ്, വിശന്നിട്ടാണെങ്കിൽ കുടൽ കത്തുന്നു. ഇന്നലെ തൊട്ട് കഴിക്കാതിരിക്കുന്നതാണേ. വെയിറ്റ് ചെയ്തിട്ടിരിക്കുവാണ്. ഇപ്പോൾ സമയം 2:45. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. വീണ്ടും വണ്ടിയിലുള്ള യാത്രയാണ് ഗൈസ്. ഇരുന്ന് നട്ടുകുഴഞ്ഞു. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇവർ വരുന്നതെന്ന് വെച്ചപ്പോൾ സങ്കടമുണ്ട്. ഇടയ്ക്ക് വെച്ച് മഴ പെയ്ത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കോട്ടിട്ടു. പിന്നേട്ടൻ കോട്ടിടുകയാണ്. ചെറിയൊരു മഴയല്ലെന്ന്, പക്ഷേ നല്ല മഴക്കാറുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നല്ല പണി കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞങ്ങൾ കോട്ടൊക്കെ ഇട്ടിട്ട് യാത്ര തുടരാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷെ മഴയില്ല. അങ്ങോട്ട് ചെന്നപ്പോൾ നല്ല വെയിലായിപ്പോയി ഗൈസ്. നാണം കിട്ടുപോയി. കാരണം അങ്ങോട്ടൊക്കെയുള്ള യാത്രയിൽ ഞങ്ങൾ 2 പേര് മാത്രം കോട്ട്, ബാക്കി ആരും റെയിൻ കോട്ടോ ഒന്നും ഇട്ടിട്ടില്ല. ഏതാണ് ഈ അന്യഗ്രഹ ജീവികളെന്ന് കരുതി ആൾക്കാർ നോക്കുന്നത്. ഇതൊക്കെ എൻ്റെ മരുന്നാണ് കേട്ടോ. ഇന്ന് കുറച്ച് മരുന്ന് ബാഗിലുണ്ടാകുന്ന ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ വീട്ടിലെത്തി ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി കിടക്കുകയാണ് ഗൈസ്. അങ്ങനെ ഫ്രഷായി ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.